ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ എമ്പുരാൻ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ എമ്പുരാൻ എന്ന സിനിമ വെറും 48 മണിക്കൂറുകൾക്കുള്ളിൽ 100 കോടിയിലധികം ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തു എന്ന് പറഞ്ഞ ഈ കാണുന്ന ഒരു കാട്ടുതീ പോസ്റ്റർ ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നിരുന്നല്ലോ. പോസ്റ്റർ കണ്ട ആദ്യ സെക്കൻഡിൽ തന്നെ ഉറപ്പായതാണ് ഇത് തള്ളു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് രംഗത്തിറങ്ങുമെന്ന്. പ്രത്യേകിച്ച് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഒരു വിഭാഗം ആളുകൾ മാത്രമല്ലല്ലോ വിമർശകർ, ഒരു കൂട്ടം വിമർശകരാണല്ലോ എമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരായിട്ടുള്ളത്. ലാലേട്ടന്റെ കമന്റ് ബോക്സിലും പൃഥ്വിരാജിന്റെ കമന്റ് ബോക്സിലെല്ലാം തന്നെ എമ്പുരാന്റെ ആ 100 കോടി പോസ്റ്ററിന് താഴെ വലിയ രീതിയിലുള്ള വിലാപ പെരുമഴയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ ചാനൽ കമന്റ് ബോക്സിൽ കണ്ടൊരു പ്രധാനപ്പെട്ട അഭിപ്രായമാണ് ഒഫീഷ്യൽ 100 കോടി പോസ്റ്റേഴ്സ് എല്ലാം തന്നെ വന്നാൽ അത് തള്ളാണെന്നാണല്ലോ സാധാരണ പറയാറുള്ളത്, ട്രാക്കേഴ്സ് കളക്ഷൻ ആണല്ലോ ഫോളോ ചെയ്യാറുള്ളത് എന്നാണ്. എന്നാൽ ഈ ഒരു ഒഫീഷ്യൽ 100 കോടി പോസ്റ്റർ വരുന്നതിന് മുന്നേ ഇന്നലെ രാത്രിയിൽ വന്ന ട്രാക്കേഴ്സ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ എമ്പുരാൻ 2 ദിവസങ്ങൾ കൊണ്ട് 100 കോടിയിലധികം ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ വന്നത്. ഇനി യഥാർത്ഥ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്ന് വൈകിട്ടോടെ പുറത്തു വരും. അത് പ്രകാരം നോക്കുകയാണെങ്കിലും 100 കോടിക്ക് അടുത്തതല്ല 100 കോടി കളക്ഷൻ സിനിമ കൃത്യമായിട്ട് 2 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഇനി എമ്പുരാന്റെ ബുക്കിംഗുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഇന്നേക്ക് 3 ദിവസങ്ങൾ പിന്നിട്ടല്ലോ. ഇന്നലെ മാത്രം 24 മണിക്കൂറുള്ള ബുക്ക് മൈ ഷോയില് 2,41,000 പരം ടിക്കറ്റുകളാണ് സിനിമയുടേതായിട്ട് വിറ്റഴിച്ചത്. ഇന്നത്തെ സിനിമയുടെ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ മണിക്കൂറിൽ 16,000 ടിക്കറ്റുകൾ പിന്നിട്ട് ഇപ്പോഴത്തെ അവസാനമായിട്ട് നോക്കുകയാണെങ്കിൽ 13,000 പിന്നിട്ടിരിക്കുകയാണ് സിനിമയുടെ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന. അപ്പോൾ ബുക്ക് മൈ ഷോയിൽ സിനിമ തരംഗമായിട്ട് മുന്നേറുകയാണ്. ഇതിനിടയിൽ ഇന്നത്തെ സിനിമയുടെ കേരള പ്രീ സെയിൽ ഇന്നലെ അർദ്ധരാത്രിയുടെ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരുന്നു. അത് പ്രകാരം 6,70,00,000 ഇന്ന് ശനിയാഴ്ച മാത്രം 3-ാം ദിവസം എമ്പുരാന് കേരള പ്രീ സെയിൽ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്നും സിനിമയ്ക്ക് കേരളത്തിൽ വൻ കളക്ഷൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എമ്പുരാനെതിരെ വലിയ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും കളക്ഷന്റെ കാര്യത്തിലും ബുക്കിങ്ങിന്റെ കാര്യത്തിലും സിനിമ മിന്നിക്കൊണ്ടിരിക്കുന്നു. കാത്തിരിക്കൂ അടുത്ത എമ്പുരാൻ വാർത്തകൾക്ക്.